ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കിച്ചണിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഓർഗനൈസേഴ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിത് നമ്മുടെ വ്ളോഗ്സിലൊക്കെ കുറേയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് മുന്നേയും ഒരു കിച്ചൺ ഇതുപോലെയുള്ള ഓർഗനൈസിംഗ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് 2 ഓർഗനൈസേഴ്സും കൂടി ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ആദ്യത്തെ ഐറ്റം ഈ ഒരു സ്റ്റാൻഡാണ്. നമുക്ക് കൗണ്ടർ ടോപ്പിലെല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാൻഡാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്യാൻ കാരണം എനിക്ക് സ്റ്റോറേജ് സ്പേസ് ഇല്ലാണ്ടല്ല, പക്ഷേ നമ്മുടെ കബോർഡിന് ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോഴാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. അപ്പം 2 തട്ടൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ബേസിക്കായിട്ട് കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാവുന്ന, അതുപോലെ നല്ല ഒതുക്കമുള്ള നല്ലൊരു സ്റ്റാൻഡാണ് കേട്ടോ. കാണാനും നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും അത്യാവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ്, അതുപോലെ ഉപ്പ്, പഞ്ചസാര, പിന്നെ ചായപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് സ്പൂൺസും കൂടി ആ കോർണറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ തോന്നിയേക്കുന്നത്. അത്യാവശ്യമുള്ള സാധനങ്ങൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതുപോലെ നമുക്ക് വേറെയും ഐറ്റംസ് നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അടുത്തത് ഇതുപോലെ കബോർഡ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ, ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാനും കുറച്ച് വേർട്ടിക്കലായിട്ടുള്ള സ്പേസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസാണ്. ഇതൊക്കെ കുറച്ച് പഴയതായിട്ടോ, എന്നാലും നമുക്ക് ഷെൽഫ് ഡിവൈഡ് ചെയ്യുന്ന കുറച്ച് ഓർഗനൈസേഴ്സാണ്. ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. അതുപോലെ നമുക്ക് വേർട്ടിക്കലായിട്ട് കുറച്ച് എക്സ്ട്രാ സ്പേസ് തരുന്ന ഒരു ഓർഗനൈസറാണ്. നമുക്കിതുപോലെ ഷെൽഫിൻ്റെ താഴോട്ട് നമുക്ക് കയറ്റി വെക്കുകയും ചെയ്യാം. ഞാനിവിടെ നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്ന കറി ബൗൾസൊക്കെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ ഈ കബോർഡിനകത്ത്, ഇതൊന്നും റെഗുലറായിട്ട് എടുക്കുന്ന ഐറ്റംസ് അല്ല, നമ്മുടെ സ്പൈസസ് ഒക്കെയാണ്. അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കറി ബൗൾസ് ഞാൻ ഈ ഒരു ഓർഗനൈസറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കറി ആവുമ്പോൾ നമുക്ക് ആ കറി ബൗളിൽ വിളമ്പിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ബാസ്ക്കറ്റ്സ് ആണ്. ഇത് നമ്മുടെ മേലെയുള്ള കബേർഡ്സിനെല്ലാം ഇതുപോലെയുള്ള ബാസ്ക്കറ്റ്സ് പിടിയുള്ള ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മേലെ നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ, എക്സ്ട്രാ ഐറ്റംസ് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ബാസ്ക്കറ്റിനകത്തുനിന്ന് സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ച് അതേപോലെ എടുത്ത് വെച്ചാൽ മതി. ലേബൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും കേട്ടോ. എനിക്കിവിടെ എക്സ്ട്രാ പാൻട്രി സ്പേസ് ഒന്നുമില്ല. അപ്പോൾ ഒരു കബോർഡിനകത്ത് തന്നെയാണ് ഞാനിങ്ങനെ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വലിയ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വലിയ ജാറുകൾ, വലിയ കണ്ടെയ്നേഴ്സിനകത്ത് നമ്മൾ എക്സ്ട്രാ ഗ്രോസറിയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എക്സ്ട്രാ സ്റ്റോർ റൂമോ അങ്ങനെയുള്ള സൗകര്യങ്ങളില്ലാത്തവർക്ക് ഇതുപോലുള്ള ബിഗ് കണ്ടെയ്നേഴ്സ് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന്. അപ്പോൾ ഒന്ന് ലേബൽ ചെയ്തും കൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഏതൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് അറിയാൻ നല്ലതായിരിക്കും. ഒരു പർച്ചേസാണ് ഇതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയ ഒരു പർച്ചേസാണ് കേട്ടോ. ഈ പാൻ ഓർഗനൈസർ, ഇതുപോലെ വേർട്ടിക്കലായിട്ട് നമുക്ക് പല പാൻസ് ഉണ്ടാവുമല്ലോ. നമുക്ക് നോൺ സ്റ്റിക്ക് ഉണ്ടാവും, അതുപോലെ ഇരുമ്പിൻ്റെ പാൻസ് ഉണ്ടാവും, സ്റ്റീൽ പാൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് എല്ലാ തരം പാൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഗനൈസിങ് എനിക്കൊരു വലിയൊരു തലവേദനയായിരുന്നു. പ്രോപ്പറായിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നത്. മുന്നേ ഇതുപോലെ വാങ്ങിച്ചത് ശരിക്കും സ്റ്റേഡി അല്ലായിരുന്നു, പക്ഷേ ഇത് നല്ല സ്റ്റേഡിയാണ്. ഇത്ര അധികം പാൻസ് നമ്മൾ വെച്ചിട്ടും അത് നല്ല പോലെ അതിൻ്റെ വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2 ഇരുമ്പ് പാനുണ്ട്, നല്ല വെയിറ്റ് ഉള്ളതാണ്. പക്ഷെ അത് വെക്കുമ്പോഴൊന്നും ഇതിനൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെ ഞാനിത് താഴെയല്ല വെച്ചേക്കുന്നത്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റാക്കിലാണ് വെച്ചേക്കുന്നത്. പക്ഷെ എങ്ങനെ തന്നെയാണെങ്കിലും എനിക്ക് നല്ല പോലെ ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെക്കാൻ എളുപ്പമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആയതുകൊണ്ട് അത് തമ്മി മുട്ടുമ്പോഴത്തേനും സ്ക്രാച്ചൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ വെക്കുമ്പോഴത്തേനും അത് നല്ല രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും വേർത്തി ആയിട്ടുള്ള ഒരു പർച്ചേസാണ്. ഞാനിതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയൊരു ആവശ്യം ഉണ്ടെങ്കിൽ വേർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, എന്തായാലും പർച്ചേസ് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് ഈ ഒരു ഓവർ ദ ഡോർ ഹാങ്ങറാണ്. ഇത് കുറേ മുന്നേ ഉള്ളൊരു പർച്ചേസ് ആയിരുന്നു എൻ്റെ. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാനിതിപ്പോൾ കിച്ചണിലെ
ജെല്ല്, അതുപോലെ ഉള്ള നമുക്ക് കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് വെക്കുന്ന കുറച്ച് ഐറ്റംസ് ഇല്ലേ, പുൽത്തൈലം, ഹാൻഡ് വാഷ്, അങ്ങനെയുള്ള, അതുപോലെ കിച്ചൺ സ്ക്രബ്ബ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഐറ്റമാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തുരുമ്പെടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ നാളായി യൂസ് ചെയ്യുന്നു. അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, അതെന്തായാലും നാച്ചുറലി വരുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ തുരുമ്പ് വരുന്നുണ്ട് അതിൻ്റെ പെയിൻറ്റൊക്കെ പോയിട്ട്. അടുത്തത് ഇതുപോലെയുള്ള ഷെൽഫ് ഡിവൈഡറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് എക്സ്റ്റെൻഡബിൾ ആണ്. അതായത് നമ്മുടെ ഷെൽഫിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്കിതിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളനുസരിച്ച് ഏത് രീതിയിൽ വേണേലും നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇപ്പോൾ ഒരു സൈഡിൽ പൊക്കം കൂടിയ ഫ്ലാസ്കോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് വെക്കണം എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയുള്ള ഭാഗം നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗം ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നമുക്ക് ഫുൾ ലെങ്ത്ത്, ഷെൽഫിനെ തന്നെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അത് ഫുൾ ലെങ്ത്ത് ആക്കി കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിലും വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പം ഇതും നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റാണ്. ഞാൻ ഈ ഒരു ഷെൽഫിനെ രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്ലാസ്സുകൾ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാനാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും ഒരു അണ്ടർ ദ ഷെൽഫ് ഓർഗനൈസർ, നേരത്തെ നമ്മൾ കറി ബൗൾസൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്ത പോലെ എക്സ്ട്രാ കപ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ട്രേസ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇതുപോലുള്ള ഓയിൽ ക്യാൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ട്രേസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ നമ്മുടെ കയ്യിൽ ട്രേസ് യൂസ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. ഇതും ഒരു റീസെൻറ്റ് പർച്ചേസാണ് കേട്ടോ. ആമസോണിൽ നിന്ന് നമുക്ക് ഡ്രിൽ ചെയ്യാതെ തന്നെ ഇതുപോലെ ഹാങ്ങേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നമുക്ക് ഇതുപോലെ 4 കൊളുത്തുണ്ട്. അതിൽ ഒരുപാട് വെയിറ്റ് ഇല്ലാത്ത അത്യാവശ്യം കുറച്ച് ഐറ്റംസ് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള ഹാങ്ങേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കിച്ചൺ ടവൽസ് ഈസി ആയിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റും. മെയിൻലി നമ്മൾ ഈ നനഞ്ഞ തുണികൾ സാധാരണ കൗണ്ടർ ടോപ്പിൽ വിരിച്ചിടാറല്ലേ ചെയ്യാറ്. പക്ഷേ അതിന് പകരം നമുക്ക് ഇതിൽ ഇവിടെ വിരിച്ചിടുവാണെങ്കിൽ നമ്മുടെ ആ കൗണ്ടർ ടോപ്പിൽ ഇടുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാവുകയും ചെയ്യും. ഈസി ആയിട്ട് അവിടെ കിടന്ന് ഇത് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഓർഗനൈസേഴ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. പുതിയ പർച്ചേസസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ.